ഞാനൊരു കാര്യം പറയാം. സത്യമായിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അത് ഇത്രയ്ക്ക് പെർഫെക്റ്റ് ആവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പൊട്ടറ്റോ ഫ്രൈ ആണ്. നമ്മുടെ KFCയുടെ ഒക്കെ കിട്ടുന്ന വെറൈറ്റി ആയിട്ടാണ്, നല്ല ക്രിസ്പ്നെസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്ര പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ആദ്യമേ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക. അതിനായി കിഴങ്ങ് തൊലിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഉണക്കാൻ വെക്കാം. ഞാൻ ഒരു മുറത്തിലേക്ക് ഒരു പേപ്പർ ഇട്ടിട്ട് അതിലേക്ക് ഞാനിത് വെക്കുന്നുണ്ട്. നമ്മളിത് വെയിലത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയാണ്, നല്ല ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വെയിലത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 5 മിനിറ്റ് ഒന്ന് വെയിലത്ത് വെച്ചേക്കാം. ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് 3-4 വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ഐറ്റംസ് ആണ്. ആദ്യം തന്നെ നമ്മൾ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 3 സ്പൂൺ കോൺഫ്ലവർ ആണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 സ്പൂൺ ചിക്കൻ മസാല, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. മൊത്തത്തിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 5 മിനിറ്റ് ഡ്രൈ ആവാൻ വെക്കാം. നിങ്ങൾക്ക് കളർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഗാനിക് കളേഴ്സ് ചേർക്കാം. ഞങ്ങളിവിടെ കളർ ചേർക്കുന്നില്ല. ഇനി നമുക്ക് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടറ്റോ ആണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ 10-15 മിനിറ്റ് വെച്ചു. റെസ്റ്റ് ചെയ്യാൻ 10-15 മിനിറ്റ് വെച്ചു. നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് കുറച്ചും കൂടി ക്രിസ്പ്നെസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയും കൂടി ചേർക്കാവുന്നതാണ്. ഞങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഇല്ലാത്തത് തന്നെ ഞങ്ങൾ അരിപ്പൊടി ചേർത്തില്ല. അപ്പോൾ നമുക്ക് എല്ലാം തോന്നാം. ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റൊക്കെയാണ് നമുക്ക് ഇതെല്ലാം ഇട്ടെടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ എണ്ണയ്ക്കകത്തിട്ട് നമ്മുടെ കറിവേപ്പില ഒന്ന് മുരിച്ചെടുക്കാനുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറി ലീഫും കൂടി ഒന്ന് വറുത്തെടുക്കാം.
ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത കറി ലീവ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ എന്റെ ഫേവറേറ്റ് സ്നാക്സ്. അപ്പൊ ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസ് ഞാൻ വീണ്ടും വരുന്നത്